1600 ഡിസംബർ 31 ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ രൂപീകരണത്തിന് ശേഷം 1601 അവർ പൂർവ്വദേശങ്ങളെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. 1608 ഇന്ത്യയിൽ എത്തിയ ഹോക്കിൻസ് ജഹാംഗീറിനെ കാണുകയും സൂറത്തിൽ ഒരു ഫാക്ടറി പണിയാനുള്ള അനുവാദം ആവശ്യപ്പെടുകയും ജഹാംഗീർ അത് നൽകുകയും ചെയ്തു. ശേഷം 1615 ജഹാംഗീറിനെ കാണാൻ ബ്രിട്ടീഷ് അംബാസിഡർ ആയ തോമസ് റോ ഇന്ത്യയിലെത്തി. സർവസ്വതന്ത്രമായി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള അംഗീകാരം നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇദ്ദേഹം ഏകദേശം 3 വർഷത്തോളം കൊട്ടാരത്തിൽ ചക്രവർത്തിയോടൊപ്പം താമസിക്കുകയും മദ്യവും മയക്കുമരുന്നും സേവിച്ച് അദ്ദേഹത്തെ വശത്താക്കാൻ നോക്കുകയും ചെയ്തു. എന്നിട്ടും കാര്യം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ചക്രവർത്തിയുടെ പത്നി നൂർജഹാന്റെ സഹോദരൻ അസഫ് ഖാന് കൈക്കൂലി കൊടുത്തുകൊണ്ട് കാര്യം നടത്തി. 1623 സൂറത്ത്, ബ്രോച്ച്, അഹമ്മദാബാദ്, ആഗ്ര, മസൂലിപട്ടണം എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷ് ഫാക്ടറികൾ സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വ്യാപാരശക്തി വികസിപ്പിക്കുന്നതിനും സൈനിക താവളങ്ങൾ ഒരുക്കുന്നതിനും പല കോട്ടകളും സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ വിജയനഗര രാജാക്കന്മാരുടെ അനുമതിയോടെ 1639 മദ്രാസിലും 1650കളിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ അനുമതിയോടെ കൽക്കട്ടയിലും ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം കഴിച്ചപ്പോൾ സ്ത്രീധനമായി കിട്ടിയ ബോംബെയിലും ബ്രിട്ടീഷ് താവളങ്ങളും കോട്ടകളും സ്ഥാപിച്ചു. ബോംബെയിൽ കോട്ട സ്ഥാപിച്ചത് 1668ലും ബംഗാളിൽ കോട്ട സ്ഥാപിച്ചത് 1696ലുമാണ്. ബംഗാളിൽ അഥവാ കൽക്കട്ടയിൽ സ്ഥാപിച്ചിരുന്ന കോട്ട താരതമ്യേന ചെറിയ ഒരു കോട്ടയായിരുന്നു. കൽക്കട്ടയിൽ കോട്ട സ്ഥാപിക്കുവാനുള്ള അനുവാദം നേടിയെടുത്തത് പിന്നീട് പല ചരിത്ര സംഭവങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. ശക്തരായ മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെയാളായിരുന്നു ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1707 അദ്ദേഹത്തിൻ്റെ മകൻ ബഹദൂർ ഷാ ഒന്നാമൻ സിംഹാസനത്തിൽ എത്തി. 1707 മുതൽ 1712 വരെ അദ്ദേഹം ഭരിച്ചു. ബഹദൂർ ഷാ മതപരമായ നയം പാലിച്ചുകൊണ്ട് സാമ്രാജ്യം ഒരു പരിധിവരെ സുസ്ഥിരമായി നിലനിർത്തി. രാഷ്ട്രീയ അസ്ഥിരതയുടെയും സൈനിക തോൽവികളുടെയും കോടതി ഗൂഢാലോചനകളുടെയും ഒരു കാലഘട്ടം പിന്നീടുണ്ടാവുകയും ദുർബലരായ ചക്രവർത്തിമാരുടെ തുടർച്ചയിലേക്ക് അവ നയിക്കുകയും ചെയ്തു. 1712 മുതൽ ഒരു വർഷക്കാലം ജഹന്തർ ഷായും 1713 മുതൽ 1719 വരെ ഫാറൂഖ് സിയാറും മുഗൾ ഭരണത്തിന് നേതൃത്വം നൽകി. ശേഷം വന്ന റാഫി ഉദ്ദരാജത്തിനും ഷാജഹാൻ രണ്ടാമനും മുഹമ്മദ് ഷാക്കും ശേഷമായപ്പോഴേക്കും അധികാരം ഗുരുതരമായ തകർച്ചയിലേക്ക് വീണു. മുഗൾ സാമ്രാജ്യം ഇത്തരത്തിൽ ദുർബലപ്പെടുന്നതിലേക്ക് നയിച്ചത് അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലികൾ തന്നെയായിരുന്നു. 1526 തുടങ്ങിയ മുഗൾ ഭരണം ബാബർക്കും ഹുമയൂണിനും അക്ബറിനും ജഹാംഗീറിനും ഷാജഹാനും ശേഷം 1707 ഔറംഗസീബിൻ്റെ മരണത്തോടെ ശിഥിലീകരണം ആരംഭിക്കുകയും 1857 ബഹദൂർ ഷാ രണ്ടാമനോടുകൂടി മുഗൾ ഭരണം പൂർണ്ണമാവുകയും ചെയ്യുകയാണുണ്ടായത്. ഇതിനിടയിലാണ് 1714 ഇംഗ്ലീഷുകാരനായ ജോൺ സുർമാൻ കമ്പനിയുടെ വ്യാപാര സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഡൽഹി കോടതിയിലേക്ക് അയക്കപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന സംഘം ഫാറൂഖ് സിയാറിൻ്റെ സദസ്സിൽ എത്തിച്ചേരുകയും നിരന്തരമായ പരിശ്രമത്തിലൂടെയും കുതന്ത്രത്തിലൂടെയും ഒരു ഫെർമാൻ ബ്രിട്ടീഷുകാർ ഫാറൂഖ് സിയാറിൽ നിന്നും നേടിയെടുക്കുകയും ചെയ്തു. ഈ ഒരു റോയൽ ഫെർമാൻ അഥവാ എഗ്രിമെൻ്റ് ബ്രിട്ടീഷ് കമ്പനിയുടെ തലവര വരെ മാറ്റിവരയ്ക്കുന്ന ഒന്നായിരുന്നു. ഈയൊരു റോയൽ ഫെർമാൻ ഫാറൂഖ് സിയാർ അംഗീകരിച്ചതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ അതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രിവിലേജ് ലഭിക്കാൻ കാരണമായി. എന്തൊക്കെയായിരുന്നു ഫാറൂഖ് സിയാർ ഒരു റോയൽ ഫെർമാൻ നൽകുന്നതിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവദിച്ചു നൽകിയത്? ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ കസ്റ്റംസ് തീരുവയില്ലാതെ വ്യാപാരം നടത്താൻ കമ്പനിക്ക് അനുമതി ലഭിച്ചു. കമ്പനിക്ക് സ്വന്തം നാണയങ്ങൾ അച്ചടിക്കാനും അനുവാദമുണ്ടായിരുന്നു. നികുതിയില്ലാതെ ബംഗാളിൽ തങ്ങളുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും കമ്പനിക്ക് സ്വാതന്ത്ര്യം നൽകി. അത്തരം ചരക്കുകളുടെ നീക്കത്തിന് പാസുകളോ ദസ്തകളോ നൽകാനുള്ള അവകാശവും അവർക്ക് നൽകിയിരുന്നു. ഇതിനു പകരമായി 3000 രൂപ മാത്രം വർഷാവർഷം ബ്രിട്ടീഷ് കമ്പനി അടച്ചാൽ മതിയെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് തുച്ഛമായ വേതനമായിരുന്നു നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് പ്രൈവറ്റ് കച്ചവടം ചെയ്യാനുള്ള അനുമതിയും കമ്പനി അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്ന പ്രൈവറ്റ് കച്ചവടം ഫാറൂഖ് സിയാർ അനുവദിച്ചിട്ടുള്ള ഫെർമാനിലെ നികുതി ഇളവിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ
എഗ്രിമെന്റിന് വിപരീതമായി പ്രവർത്തിക്കുകയും നികുതി കൊടുക്കാതെയുള്ള പ്രൈവറ്റ് കച്ചവടങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്തു. ഏറെക്കുറെ ഇതേ കാലയളവിലാണ് ബ്രിട്ടീഷ് ശക്തികൾ ഫ്രഞ്ചുകാരുമായിട്ട് കർണാട്ടിക് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി 1746 മുതൽ 1748 വരെ ഒന്നാം കർണാട്ടിക് യുദ്ധവും 1749 മുതൽ 1754 വരെയുള്ള കാലയളവിൽ രണ്ടാം കർണാട്ടിക് യുദ്ധവും അരങ്ങേറി. 1756 ബംഗാളിലെ നവാബായി സ്ഥാനമേറ്റ സിറാജ് ഉദ് ദൗള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നികുതി കൊടുക്കാതെ സ്വകാര്യ വ്യാപാരം നടത്തുന്നതായും തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വലിയ ഒരു നികുതിയുടെ ഭാഗമാണ് ഇതിലൂടെ നഷ്ടമാവുന്നത് എന്നും മനസ്സിലാക്കി. ഫാറൂഖ് സിയാർ അനുവദിച്ചിട്ടുള്ള ഫെർമാനിൽ പറഞ്ഞ പോലുള്ള ഉടമ്പടികളെ മറയാക്കി വമ്പൻ നികുതി വെട്ടിപ്പ് നടത്തുന്നത് സിറാജ് ഉദ് ദൗളയെ ബ്രിട്ടീഷുകാരുമായുള്ള സംഘട്ടനത്തിലേക്ക് വഴിതെളിയിച്ചു. 1717 റോയൽ ഫെർമാൻ ലഭിച്ചതോടെ കച്ചവടം ഇരട്ടിച്ചതിനാൽ തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കുന്നതിനും പതിയെ ആധിപത്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായും ബ്രിട്ടീഷുകാർക്ക് ബംഗാളിൽ അവർ പണിത ചെറിയ കോട്ട വികസിപ്പിക്കേണ്ടതായി വന്നു. 1690കളിൽ മുഗൾ ചക്രവർത്തിയുടെയും നവാബിൻ്റെയും ഭരണം ബംഗാളിൽ ശക്തമായതിനാലും ബ്രിട്ടീഷുകാർക്ക് പറയത്തക്കതായിട്ടുള്ള സ്വാധീനം ഇല്ലാത്തതിനാലുമാണ് അവർ ഒരു ചെറിയ കോട്ടയിൽ അന്ന് ഒതുങ്ങിയിരുന്നത്. നവാബിൻ്റെ അറിവോടെയല്ലാതെയുള്ള കോട്ട വികസിപ്പിക്കലും നികുതി വെട്ടിപ്പിലൂടെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ കച്ചവടവും സിറാജ് ഉദ് ദൗളയെ അരിശം കൊള്ളിച്ചു. അപകടം മണത്ത നവാബ് കോട്ടയുടെ നിർമ്മാണം നിർത്തിവെക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. നവാബ് ഇതിനായിട്ടുള്ള ഓർഡർ ഇറക്കിയെങ്കിലും മിലിറ്ററി പവർ ശക്തിപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാർ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത്. നവാബ് ഇതിനെ ചോദ്യം ചെയ്യുകയും സൈന്യവുമായി ചെന്ന് കാസിം ബസാറിലെ വില്യം ഫോർട്ടും അനുബന്ധ പ്രദേശങ്ങളും 1756 കീഴടക്കുകയും ശേഷം ഇതിൻ്റെ പേര് അലി നഗർ എന്ന് ആക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ ഫോർട്ട് വില്യത്തിനകത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ നവാബിൻ്റെ തടങ്കലിലായി. ഇതേ സമയം മുഗൾ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും ഔധ്, ഡൽഹി, ബംഗാൾ മുതലായവ സ്വതന്ത്ര രാജ്യങ്ങൾ ആവുകയും ചെയ്തു. ഇക്കാലയളവിൽ തന്നെയാണ് നാദിർ ഷായുടെയും അബ്ദാലിയുടെയും ആക്രമണങ്ങളെ മുഗൾ സാമ്രാജ്യത്തിന് നേരിടേണ്ടി വന്നതും. സിറാജ് ഉദ് ദൗള 1756 വില്യം ഫോർട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിൽ തടവുകാരാക്കിയിരുന്ന ഇംഗ്ലീഷുകാരിൽ ചിലർ പിന്നീട് എങ്ങനെയോ മരണപ്പെടുകയുണ്ടായി. ഇതിനെ ബ്രിട്ടീഷുകാർ ബ്ലാക്ക് ഹോൾ ട്രാജഡി അഥവാ ഇരുട്ടറ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ കോട്ടയ്ക്കകത്തു നിന്നും പുറത്തുപോയ ബ്രിട്ടീഷുകാർ മദ്രാസിൽ നിന്ന് കൂടുതൽ സൈനികരെ വിളിച്ചു വരുത്തി നവാബിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് പ്ലാസി യുദ്ധത്തിലേക്ക് വഴി തെളിയിക്കുന്നത്. റോബർട്ട് ക്ലബിൻ്റെയും അഡ്മിറൽ വാട്സൻ്റെയും നേതൃത്വത്തിൽ കൂടുതൽ ട്രൂപ്സ് ബംഗാളിലെത്തി. നവാബിൻ്റെ സൈന്യത്തിന് മുന്നിൽ പുതുതായി ബംഗാളിലെത്തിയ ക്ലബിനും സംഘത്തിനും വിജയിക്കുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നവാബിൻ്റെ ആർമി ചീഫായ മിർ ജാഫറിനെ കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ യുദ്ധത്തിനായുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. സിറാജ് ഉദ് ദൗള കൽക്കത്തയിലെ ഫോർട്ട് വില്യം 1756 പിടിച്ചടക്കിയതാണ് യുദ്ധത്തിൻ്റെ അടിയന്തര കാരണം എന്ന് ചിന്തിക്കുന്നത് പോലെ കൊളോണിയൽ അധികാര വ്യാപനത്തിൻ്റെ ഭാഗമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളുടെ ഭാഗമായ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു യുദ്ധമാണ് ഇത് എന്ന് കരുതപ്പെടുന്നവരും ഉണ്ട്. എന്തായാലും പ്ലാസി യുദ്ധത്തിൻ്റെ കാരണമായി പലപ്പോഴും അറിയപ്പെടുന്ന ബ്ലാക്ക് ഹോൾ സംഭവം 1817 ജെയിംസ് മിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം പുറത്തിറങ്ങുന്നതുവരെ അധികമാരും അറിഞ്ഞിരുന്നില്ല. ഫ്രഞ്ച് ഗവർണർ ജനറലായിരുന്ന ഡ്യൂപ്പേയുടെ രഹസ്യാനുവാദത്തോടെ നവാബിൻ്റെ കൊട്ടാരത്തിലെ ഫ്രഞ്ച് സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ബംഗാളിൽ ഫ്രഞ്ച് കച്ചവടവും ഫ്രഞ്ച് ആധിപത്യവും വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ആയതിനാൽ തന്നെ ഫ്രഞ്ചുകാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാരെ ബംഗാളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള നവാബിൻ്റെ ശ്രമങ്ങളുടെ ഫലമായുണ്ടായ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. ഇതേ സമയം സിറാജ് ഉദ് ദൗളയ്ക്ക് രണ്ട് മുന്നണികളിൽ നിന്ന് ഒരേ സമയം ഭീഷണി നേരിട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പുറമെ വെല്ലുവിളിയായത് അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിൽ മുന്നേറി തൻ്റെ അതിർത്തി വരെ എത്തിയേക്കാവുന്ന അഫ്ഗാൻ സൈന്യത്തിൽ നിന്നും ആയിരുന്നു. എടുത്തുചാട്ടക്കാരനായിരുന്ന സിറാജ് ഉദ് ദൗള പെട്ടെന്ന് ശത്രുക്കളെ സമ്പാദിച്ചു. ഇത് പാളത്തിൽ തന്നെ പട ഒരുങ്ങുന്നതിനും കാരണമായി. 1756 1763 കാലയളവിൽ
ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യൂറോപ്പിൽ സപ്തവത്സര യുദ്ധം നടക്കുന്നതിനിടയിലാണ് പ്ലാസി യുദ്ധത്തിൻ്റെ അലയടികൾ ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത്. സിറാജ് ഉദ് ദൗള എന്ന നവാബ്. സിറാജിൻ്റെ പിതാവായിരുന്ന സൈനുദ്ദീൻ ബീഹാറിൻ്റെ ഭരണാധികാരിയായിരുന്നു. അതുപോലെ സിറാജിൻ്റെ അമ്മ ആമിന ബീഗം ബംഗാളിലെ നവാബ് അലിവർദി ഖാൻ്റെ ഏറ്റവും ഇളയ മകളുമായിരുന്നു. അലിവർദി ഖാന് ആൺമക്കൾ ഇല്ലാതിരുന്നതിനാൽ തന്നെ ചെറുമകനായ സിറാജ് അദ്ദേഹത്തിന് പ്രിയങ്കരനായി തീർന്നു. 1756 അലിവർദി ഖാൻ്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന രീതിയിൽ അലിവർദി എടുത്തു വളർത്തിയിരുന്ന ചെറുമകൻ ആയ സിറാജ് ഉദ് ദൗള ബംഗാളിൻ്റെ പിന്തുടർച്ചാവകാശിയായി. ഈ അധികാരമാറ്റത്തിൻ്റെ പശ്ചാത്തലം ഗൗരവമായ വിവാദങ്ങളും സൃഷ്ടിച്ചു. 1756 തൻ്റെ 23-ാം വയസ്സിൽ മിർസ മുഹമ്മദ് സിറാജ് എന്ന സിറാജ് ഉദ് ദൗള അലിവർദി ഖാനെ പിന്തുടർന്ന് ബംഗാളിലെ നവാബായി സ്ഥാനമേറ്റു. സിറാജ് ഉദ് ദൗളയെ നവാബ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് സിറാജിൻ്റെ അമ്മയുടെ ഏറ്റവും മുതിർന്ന സഹോദരിയായ ഗസേറ്റി ബീഗം, രാജ രാജ് ബല്ലവ്, മിർ ജാഫർ അലി ഖാൻ, സിറാജിൻ്റെ മാതൃ സഹോദരി പുത്രനായിട്ടുള്ള ഷൗക്കത്ത് ജംഗ് എന്നിവരുടെ അസൂയക്കും ശത്രുതയ്ക്കും കാരണമായി. ഇവരിൽ ഏറ്റവും അപകടകാരിയായിരുന്നത് പണക്കാരിയും സ്വാധീനശാലിയുമായ അദ്ദേഹത്തിൻ്റെ അമ്മായിയായിട്ടുള്ള ഗസേറ്റി ബീഗം എന്നറിയപ്പെട്ടിരുന്ന മെഹറുന്നിസ ആയിരുന്നു. ഗസേറ്റ് ബീഗത്തിൻ്റെ ആഗ്രഹം മറ്റൊരു അനന്തരവനായ ഷൗക്കത്തിനെ നവാബായി വായിക്കണം എന്നായിരുന്നു. സിറാജിൻ്റെ പിതാമഹനും സേനാനായകനുമായ മിർ ജാഫർ അലി ഖാനും സിറാജിനോട് അപ്രിയം ഉണ്ടായതിനാൽ ഗസറ്റി ബീഗം മിർ ജാഫറിനെ തൻ്റെ പക്ഷത്താക്കാൻ ശ്രമിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം വാട്സന്റെ ഒത്താശയോടുകൂടി മിർ ജാഫർ ബ്രിട്ടീഷ് പക്ഷത്തേക്കാണ് എത്തിയത്. അഥവാ സിറാജിനെതിരെ അലിവർദിയുടെ മൂത്ത മകളായ ഗസറ്റി ബീഗത്തിൻ്റെ ഗൂഢാലോചനകളെ ബ്രിട്ടീഷുകാർ പിന്തുണച്ചു എന്ന് വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ട്രാജഡിക്ക് ശേഷം കൽക്കട്ടയ്ക്ക് പുറപ്പെട്ട ക്ലബിന് 1756 ഒക്ടോബർ 13 സെൻറ്റ് ജോർജ് കോട്ടയിൽ നിന്നും നൽകിയ നിർദ്ദേശങ്ങൾ നവാബിൻ്റെ ആക്രമണങ്ങളിൽ സന്തുഷ്ടരായവരോ നവാബാകാൻ ആഗ്രഹമുള്ളവരോ ആയ ബംഗാൾ പ്രവിശ്യയിലെ ആരുമായും ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇതിനു പിന്നാലെ ക്ലബ്ബ് കമ്പനിയുടെ കസിം ബസാർ ഫാക്ടറിയുടെ തലവനും ബംഗാളി പേർഷ്യൻ ഭാഷകളിൽ പ്രാവീണനും ആയിരുന്ന വില്യം വാട്സനെ 2 പ്രധാന നവാബ് സ്ഥാനമോഹികളായ ലത്തീഫ് ഖാൻ, മിർ ജാഫർ എന്നീ സേനാനായകന്മാരുമായി ചർച്ചയിൽ ഏർപ്പെടാൻ നിയമിച്ചു. 1757 ഏപ്രിൽ 23 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ തിരഞ്ഞെടുത്ത കമ്മിറ്റി ബംഗാളിലെ കമ്പനിയുടെ നയപരമായ പട്ടാള അട്ടിമറിയെ അംഗീകരിച്ചു. ഒരു അർമേനിയൻ കച്ചവടക്കാരനായ ഖോജ പെട്രസ് നിക്കോളസ് വൈ അനുനയ ചർച്ചകൾ നടത്തി മിർ ജാഫറിനെ ഈ പട്ടാള അട്ടിമറിക്കായി കൂട്ടുപിടിച്ചു. യുദ്ധത്തിന് ശേഷം സിറാജ് ഉദ് ദൗളയെ അധികാരഭ്രഷ്ടനാക്കുകയും മിർ ജാഫറിനെ ബംഗാളിൻ്റെ നവാബായി വായിക്കുകയും ചെയ്യുമെന്ന് അവർ മിർ ജാഫറിന് വാക്കുകൊടുത്തു. അങ്ങനെ 1757 ജൂൺ 5 കമ്പനിക്ക് വേണ്ടി ക്ലബ്ബ് മിർ ജാഫറുമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ബംഗാളിൽ ബ്രിട്ടീഷ് മുന്നേറ്റം ആരംഭിച്ചു. കൽക്കട്ട കീഴടക്കിയ ശേഷം റോബർട്ട് ക്ലബ്ബും സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒരു സന്ധിക്ക് സാഹചര്യം ഒരുങ്ങി. ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നവാബിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് ആയിരുന്നു. അലിനഗർ സന്ധി അംഗീകരിച്ചില്ലെങ്കിൽ കൽക്കട്ട വിട്ടുതരില്ലെന്ന് ക്ലബ്ബ് ശാഠ്യം പിടിച്ചു. ഇത് അംഗീകരിക്കാതിരുന്ന സിറാജ് ഉദ് ദൗളയുടെ മുന്നിൽ 2 വഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒരു പപ്പറ്റ് നവാബായി തുടരുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ ബംഗാളിൽ നിന്നും തുരത്തുക എന്നിവയായിരുന്നു അത്. നവാബ് ഇതിൽ 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ 1757 ജൂൺ 23 പ്ലാസിയിൽ വെച്ച് ഒരു യുദ്ധം നടന്നു. ബ്രിട്ടീഷുകാരുമായി നേരത്തെ തന്നെ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്ന നവാബിൻ്റെ ആർമി ചീഫായ മിർ ജാഫറും കൂടെ ചീഫ് ട്രഷറർ ആയിട്ടുള്ള റായ് തുള്ളബും ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒപ്പം ചേർന്ന് നവാബിനെതിരെ പൊരുതി. അങ്ങനെ യുദ്ധത്തിൽ നവാബിൻ്റെ സഖ്യത്തിന് അടിപതറുകയും യുദ്ധത്തിലൂടെ ഇംഗ്ലീഷ് സഖ്യം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒപ്പം ചേർന്നതിൻ്റെ പ്രതിഫലമായി മുമ്പ് മിർ ജാഫറുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം 1757 ജൂൺ 29 ബംഗാൾ, ബീഹാർ, ഒറീസ പ്രാന്തപ്രദേശങ്ങളുടെ നവാബായി മിർ ജാഫറിനെ ഇംഗ്ലീഷുകാർ അവരോധിച്ചു.
വടക്കോട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ജൂലൈ 22-ന് സിറാജ് ഉദ് ദൗള പിടിക്കപ്പെട്ടു. പിന്നീട് മിർ ജാഫറിന്റെ മകനായ മിരാന്റെ ഉത്തരവ് പ്രകാരം സിറാജ് ഉദ് ദൗളയെ വധിച്ചു. സിറാജ് ഉദ് ദൗളയുടെ മരണശേഷം ദൗല കുടുംബം ചിതറി. പലരെയും മിർ ജാഫറിന്റെ പട്ടാളം തടവിലാക്കുകയോ നാടുകടത്തുകയോ ചെയ്തു. മറ്റു ചിലർ സ്വയരക്ഷയ്ക്കായി പട്ടാളത്തിന് പിടികൊടുക്കാതെ പലായനം ചെയ്തു. ഗസറ്റി ബീഗത്തെയും മറ്റു ശക്തരായ സ്ത്രീകളെയും മിർ ജാഫർ ധാക്കയിലെ ഒരു ജയിലിലടച്ചു. ഇവർ പിന്നീട് ഒരു ബോട്ട് അപകടത്തിൽ മുങ്ങി മരിച്ചു. ബോട്ട് മുക്കാൻ മിർ ജാഫർ ഉത്തരവ് കൊടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർ നവാബാക്കിയിരുന്നെങ്കിലും അധികാരങ്ങളിൽ ഇടപെട്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അഥവാ മിർ ജാഫർ ബ്രിട്ടീഷുകാരുടെ ഒരു പപ്പറ്റ് നവാബായിരുന്നു, അഥവാ പാവ നവാബ്. ഇത്തരത്തിൽ പേരിന് മാത്രം ഒരു നവാബിനെ ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്തതിലും ചില കാരണങ്ങളുണ്ട്. ബംഗാൾ ബ്രിട്ടീഷുകാരുടെ കൈവശമായെങ്കിലും അധികാരം ഏറ്റെടുത്ത് കോളനികളിൽ ഭരണം നടത്താനുള്ള നിയമസാധുത അന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കമ്പനികളെ കോളനികളിലേക്ക് അയച്ചത് കച്ചവടം നടത്താൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇതിന് നിയമസാധുത ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പേരിന് ഒരു നവാബിനെ ഇംഗ്ലീഷുകാർ ഇവിടെ പിന്താങ്ങിയിരുന്നത്. നവാബ് വഴി കമ്പനിക്കാവശ്യമായ കുതന്ത്രങ്ങൾ അവർ ബംഗാളിലും ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിലും നടത്തിപ്പോന്നു. ഇതിലൂടെ 1717 ഫെർമാൻ പ്രകാരമുള്ള ബംഗാളിലെ കച്ചവട സാധ്യത ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലേക്കും നീട്ടി. മാത്രവുമല്ല, പ്ലാസി യുദ്ധത്തിന് മുമ്പ് 3000 രൂപ നികുതി ഇനത്തിൽ കമ്പനി നൽകേണ്ടിയിരുന്നുവെങ്കിൽ പ്ലാസി യുദ്ധത്തിന് ശേഷം 1 രൂപ പോലും നികുതിയായി കമ്പനി അടയ്ക്കേണ്ടതില്ല എന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ഒപ്പം കമ്പനി ജീവനക്കാരുടെ പ്രൈവറ്റ് കച്ചവടങ്ങളും നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. കൂടാതെ മദ്രാസ്, ബോംബെ പ്രസിഡൻസികളിൽ ഭരണപരമായ വലിയ ഒരു ആധിപത്യം ഇല്ലായിരുന്നതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ അവിടുത്തെ ചിലവുകൾ കൂടി ബംഗാളിൽ നിന്നും ഈടാക്കി. ഈ കാരണങ്ങളാലൊക്കെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപ്പാകിയ യുദ്ധം എന്ന് പ്ലാസി യുദ്ധത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. പ്ലാസി യുദ്ധ സമയത്ത് ബംഗാളിലെ വില്യം ഫോർട്ട് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ മേധാവി റോജർ ഡ്രേക്ക് ആയിരുന്നു. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് സൈനിക മേധാവിത്വം വഹിച്ച റോബർട്ട് ക്ലവ് തൽസ്ഥാനത്തേക്ക് നിയമിതനായി. 1757 മുതൽ 1760 വരെ റോബർട്ട് ക്ലവ് തൽസ്ഥാനത്ത് തുടരുകയും 1758 ജൂൺ 22 വില്യം വാർഡ്സ് ഫോർട്ട് വില്യമിൻ്റെ ഗവർണറായി നിയമിക്കപ്പെടുകയും ചെയ്തു. പുതിയ നവാബായിട്ടുള്ള മിർ ജാഫറുമായി കമ്പനിയുണ്ടാക്കിയിരുന്ന വ്യവസ്ഥകളാണ് പഴയ നവാബിൻ്റെ അലിനഗർ ഖജനാവിലുള്ള ധനവും മറ്റ് എല്ലാ അവകാശങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടൽ, എല്ലാ തരം ശത്രുക്കൾക്കും എതിരായ ആക്രമണത്തിലും പ്രതിരോധത്തിലും സഖ്യം ചേരൽ, ഫ്രഞ്ച് പാണ്ഡകശാലകളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടുക, 3 പ്രവിശ്യകളിൽ ഒരിടത്തും ഫ്രഞ്ചുകാരെ ഒരിക്കലും അനുവദിക്കാതിരിക്കുക, യുദ്ധച്ചെലവുകൾക്കും കൽക്കട്ടയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്കും കമ്പനിക്ക് 100 ലക്ഷം രൂപ നൽകുക, കൽക്കട്ട യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈനികർക്ക് 50 ലക്ഷം രൂപ നൽകുക, കൽക്കട്ട യുദ്ധത്തിൽ നാശനഷ്ടം സംഭവിച്ച ഹിന്ദുക്കൾ, മൂറകൾ, കറുത്ത വർഗ്ഗക്കാർ എന്നിവർക്ക് 20 ലക്ഷം രൂപ നൽകുക, നാശനഷ്ടങ്ങൾ സംഭവിച്ച അർമേനിയക്കാർക്ക് 7 ലക്ഷം രൂപ നൽകുക, കൽക്കട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട ഭൂമികൾ കമ്പനിക്ക് നൽകുക, ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സഹായം നവാബിന് ആവശ്യമുള്ളപ്പോഴെല്ലാം അതിൻ്റെ അധിക ചെലവുകൾ നവാബ് തന്നെ വഹിക്കുക, ഹൂഗ്ലി മുതൽ താഴേക്ക് നദീതീരം വരെ നവാബിൻ്റെ സർക്കാർ കോട്ടകൾ കെട്ടാൻ പാടില്ല എന്നുള്ളവയായിരുന്നു അവ. അഥവാ നവാബ് ആക്കിയതിൻ്റെ ആദരസൂചകമായി തൻ്റെ അധികാര പ്രദേശങ്ങളിൽ വ്യാപാരം നടത്താനുള്ള അനുമതിയും 17 കോടിയോളം രൂപ യുദ്ധച്ചെലവും 24 ഫർഗാനകളുടെ ജമ്മിത്വവും കമ്പനിക്ക് ലഭിച്ചു. പക്ഷേ ഈ മധുവിധ് അധികകാലം നീണ്ടുനിന്നില്ല. ധനത്തിനായുള്ള കമ്പനിയുടെ അമിതാഗ്രഹം കാരണം പൊറുതിമുട്ടിയ മിർ ജാഫർ രഹസ്യമായി ഡച്ചുകാരുമായി സഖ്യം സ്ഥാപിക്കാൻ ഒരുങ്ങി. സംഗതി മണത്തറിഞ്ഞ ക്ലവ് 1760 സ്ഥാനത്തു നിന്നും ഒഴിയാൻ മിർ ജാഫറിനോട് നിർബന്ധിച്ചു. അഥവാ പ്ലാസി യുദ്ധത്തെ തുടർന്നുണ്ടാക്കിയ കരാറുകൾ നിറവേറ്റാൻ പപ്പറ്റ് നവാബായ മിർ ജാഫറിന് കഴിയാതെ വന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പകരം മിർ കാസിമിനെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. മിർ കാസിം 1760 മുതൽ 1764 വരെ ബംഗാളിലെ നവാബായി ഭരണം നടത്തി. ഭാര്യാപിതാവും തത്സമയ നവാബുമായിരുന്ന മിർ ജാഫറിനു പകരമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് അവരോധിച്ചിരുന്നത്.
സ്ഥാനാരോഹണത്തെ തുടർന്ന് ആദ്യകാലങ്ങളിൽ മിർ കാസിം ബ്രിട്ടീഷുകാർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകി. ഇതിനായി ഖജാന കാലിയാക്കാനും കാസിം മടിച്ചില്ല. ബർദ്വാൻ, മേദിനിപൂർ, ചട്ടഗ്രാം എന്നീ പ്രദേശങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പതിച്ചു കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ വളരെയധികം പ്രീതിപ്പെടുത്തി. പക്ഷേ കമ്പനിയുടെ നിരന്തരമായ ഇടപെടലുകൾ ശല്യമായി തീർന്നപ്പോൾ മിർ കാസിം പ്രതികരിക്കാൻ ആരംഭിച്ചു. തൻ്റെ തലസ്ഥാന നഗരി മുർഷിദാബാദിൽ നിന്നും മുംഗേറിലേക്ക് മാറ്റുകയും നികുതികൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു സൈന്യം തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. മിർ കാസിമിനെ ഒരു പപ്പറ്റ് നവാബായി മാത്രം കണക്കാക്കിയിരുന്ന ബ്രിട്ടീഷുകാർക്ക് തെറ്റി. പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് കച്ചവടത്തിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങളെ അദ്ദേഹം വെട്ടിക്കുറക്കാൻ ആരംഭിച്ചു. ബംഗാളിൽ ഒരു സുശക്തമായ ഭരണവ്യവസ്ഥ കെട്ടിപ്പടുക്കാനും ഒരു സ്വതന്ത്ര ഭരണാധികാരിയായി നിലകൊള്ളാനും മിർ കാസിം ആഗ്രഹിച്ചു. കൂടാതെ ഇന്ത്യൻ കച്ചവടക്കാർക്ക് അദ്ദേഹം ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്താനുള്ള അനുവാദവും നൽകി. ഇതിലൂടെ തങ്ങളുടെ വരുമാനം കൂടുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. അഥവാ മുഗൾ അനുവാദം ഉള്ളതിനാൽ തന്നെ നികുതി കൊടുക്കാതെ കച്ചവടം നടത്തുമെന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലപാടിനെ മിർ കാസിം ശക്തമായി എതിർത്തു. കാരണം മുഗൾ അനുവാദം ഉണ്ടെങ്കിലും നാട്ടുകാരായ വ്യാപാരികൾ 40% നികുതി കൊടുക്കേണ്ടിയിരുന്നു. കമ്പനി വ്യാപാരികളുടെ നിലപാടിൽ കുപിതനായ മിർ കാസിം ഗത്യന്തരമില്ലാതെ നികുതി പാടെ റദ്ദാക്കി. ഇത് ബ്രിട്ടീഷ് വ്യാപാരികളുടെ പ്രത്യേക സൗജന്യങ്ങളെ ഇല്ലാതാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. ഇത് സംഘട്ടനങ്ങളിലേക്ക് വഴി തുറന്നു. പല തവണ മിർ കാസിം ബ്രിട്ടീഷുകാരോട് പോരാടിയെങ്കിലും പരാജയമായിരുന്നു ഫലം. ഇതിൽ നിന്നും ഒരു കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി: ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്നതിനേക്കാൾ നല്ലത് മറ്റു സമീപ ഭരണാധികാരികളുമായി കൂട്ടുകൂടിയും സഖ്യം ചേർന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിക്കാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പല കൊച്ചു സംഘട്ടനങ്ങൾക്കും ശേഷം അവധിലെ നവാബ് ഷുജാ ഉദ് ദൗളയെയും മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനെയും ഒപ്പം കൂട്ടി മിർ കാസിം ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. ആരായിരുന്നു ഷുജാ ഉദ് ദൗള? ജലാലുദ്ദീൻ ഹൈദർ അബ്ദുൽ മൻസൂർ ഖാൻ എന്ന ഷുജാ ഉദ് ദൗള 1754 മുതൽ മരണം വരെ അവധിലെ നവാബായിരുന്നു. തങ്ങളെ പല അവസരങ്ങളിലും സഹായിച്ചിട്ടുള്ള മറാഠ സൈന്യത്തോടൊപ്പം നിൽക്കണമെന്ന മാതാവിൻ്റെ അഭിപ്രായം അംഗീകരിക്കാൻ കഴിയാതെ അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികൾ അടുത്തെത്തിയിരുന്നതിനാൽ തന്നെ ഗത്യന്തരമില്ലാതെ ദൗള അഹമ്മദ് ഷാ അബ്ദാലിയുമായി സഖ്യം ചേർന്നുകൊണ്ട് 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാഠികൾക്കെതിരെ തിരിഞ്ഞിരുന്നു. ആരായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ആലംഗീർ 1 അഥവാ ഔറംഗസീബ്, അസം ഷാ, ബഹദൂർ ഷാ, ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ, റാഫി ഉദ്ദർജാത്ത്, ഷാജഹാൻ 2, മുഹമ്മദ് ഷാ ബഹദൂർ, ആലംഗീർ രണ്ടാമൻ, ഷാജഹാൻ മൂന്നാമൻ തുടങ്ങിയവർക്ക് ശേഷം 17ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാ ആലം രണ്ടാമൻ. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ മറ്റുള്ള ചക്രവർത്തിമാരെ പോലെ തന്നെ നാമമാത്ര അധികാരം മാത്രമുണ്ടായിരുന്ന ഷാ ആലം ബ്രിട്ടീഷുകാരുടെയും മറാഠരുടെയും തണലിൽ 1759 മുതൽ 1806 വരെ 47 വർഷക്കാലത്തോളം അധികാരത്തിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് അലി ഗോഹർ എന്നായിരുന്നു. ചക്രവർത്തിയായിരുന്ന ആലംഗീർ രണ്ടാമൻ്റെ പുത്രനായിരുന്നു ഷാ ആലം രണ്ടാമൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഒരു വശത്തും ബംഗാൾ നവാബായ മിർ കാസിം, അവധിലെ നവാബായ ഷുജാ ഉദ് ദൗള, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സൈന്യങ്ങൾ മറുവശത്തുമായി പോരാടിയ യുദ്ധമാണ് 1764 ഒക്ടോബർ 22 അരങ്ങേറിയ ബക്സാർ യുദ്ധം. ഇന്ത്യയിലെ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തുള്ള ബക്സാർ എന്ന ഗംഗാതീരത്തുള്ള പട്ടണത്തിലാണ് ഈ യുദ്ധം നടന്നത്. ഈ നിർണായക യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചു. ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യൻ സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്നും നികുതി പിരിക്കാനുള്ള ദിവാൻ അധികാരങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ബക്സാർ യുദ്ധത്തിലൂടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കുഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ചു. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യൻ ഭരണത്തിലേക്ക് പ്രവേശനം നൽകിയെങ്കിൽ ബക്സാർ യുദ്ധം അതിനെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത്. അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് പ്ലാസി യുദ്ധത്തിലൂടെ ആയിരുന്നെങ്കിൽ ഈ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചത് ബക്സാർ യുദ്ധത്തിലൂടെയാണ്. ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ആയിരുന്നത് ഹെൻറി വാൻസിറ്റാർട്ട് ആയിരുന്നു.
ഇദ്ദേഹം 1760 മുതൽ 1764 വരെ ബംഗാളിൽ അധികാരത്തിലുണ്ടായിരുന്നു. ബക്സാർ യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് റോബർട്ട് ക്ലബിനെ കമ്പനി ബംഗാളിലെ ഗവർണറാക്കുകയും മിർ കാസിമിനെ മാറ്റി പകരം മിർ ജാഫറിനെ തന്നെ ബംഗാളിലെ നവാബാക്കുകയും ചെയ്തു. അങ്ങനെ മിർ ജാഫർ അലി ഖാൻ 2 തവണ ബംഗാളിലെ നവാബായി. ആദ്യം പ്ലാസി യുദ്ധത്തെ തുടർന്ന് 1757 മുതൽ 1760 വരെയും പിന്നീട് ബക്സാർ യുദ്ധത്തെ തുടർന്ന് 1764 മുതൽ മരണം വരെയും ബംഗാളിലെ നവാബായി മിർ ജാഫർ ആ സ്ഥാനത്ത് തുടർന്നു. 1764 ബക്സാർ യുദ്ധത്തെ തുടർന്നുണ്ടായ അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെക്കുന്നത് ബംഗാളിൻ്റെ ഗവർണറായി കമ്പനി ഭരണം നിയമിച്ച റോബർട്ട് ക്ലബ് ആയിരുന്നു. 1757 പ്ലാസി യുദ്ധത്തിൽ സൈന്യത്തെ നയിച്ച ക്ലബ് യുദ്ധത്തെ തുടർന്ന് ബംഗാളിലെ കമ്പനി ഭരണത്തിന് മേധാവിയാവുകയും പിന്നീട് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ചെയ്തു. ശേഷം 1764 ബക്സാർ യുദ്ധ വിജയത്തോടെ വീണ്ടും ബംഗാളിന്റെ മേധാവിയായി മാറുകയും ആയിരുന്നു. ബംഗാളിലെ കമ്പനി മേധാവികൾ പല പേരിലും പല കാലങ്ങളിലും അറിയപ്പെട്ടിരുന്നു. എങ്കിലും ബംഗാളിന്റെ ആദ്യ ഗവർണർ എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ക്ലബ് ആണ്. യുദ്ധപരാജയത്തെ തുടർന്ന് തോറ്റോടിയ മിർ കാസിമിനെ കുറിച്ച് പിന്നീടാരും കേട്ടില്ല. ഷുജാ ഉദ് ദൗള അയൽ രാജ്യത്ത് അഭയം തേടുകയും ഷാ ആലം ബ്രിട്ടീഷുകാരുമായി സന്ധിയിലേർപ്പെടുകയും ചെയ്തു. പരാജിതനായ കാസിമിനെ കമ്പനി അധികാരികൾ സസൂക്ഷ്മം സൂക്ഷിച്ചതായും നിർധനനായ തന്നെ ഏറ്റെടുക്കാൻ വർഷങ്ങൾക്ക് ശേഷം മിർ കാസിം സ്വയം കമ്പനിയെ അറിയിച്ചതായും 1776 കാസിം ഇതിനായി വാറൻ ഹേസ്റ്റിങ്ങിന് നിവേദനം സമർപ്പിച്ചതായും പറയപ്പെടുന്നു. 1777 കാസിം മരണപ്പെട്ടതായും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബക്സാർ യുദ്ധത്തിന് ശേഷം റോബർട്ട് ക്ലബ് ബ്രിട്ടീഷ് കമ്പനിയുടെ ബംഗാളിലെ ഗവർണർ ആവുകയും 1765 അലഹബാദ് ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു. ഈ കരാർ പ്രകാരം മിർ കാസിം ഉണ്ടാക്കിയെടുത്ത സൈന്യത്തെ പിരിച്ചുവിടുകയും ഡെപ്യൂട്ടി സുബേർദാർ എന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി സുബേർദാറെ നിയമിക്കുന്നത് ബ്രിട്ടീഷുകാർ ആയിരുന്നു. ആർമി പിരിച്ചുവിടാൻ നവാബിന് അധികാരമുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആർമി ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇത്തരത്തിൽ ദിവാന്റെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായിരുന്നു റവന്യൂ സ്വീകരിക്കൽ അഥവാ ദിവാനി ഫംഗ്ഷൻ അഥവാ ദിവാനി നിസാമത്ത് എന്നീ 2 ഫംഗ്ഷനുകൾ ആയിരുന്നു പ്രധാനമായിട്ടും നവാബിന് ഉണ്ടായിരുന്നത്. സിവിൽ അഡ്മിനിസ്ട്രേഷനും പോലീസ് ആൻഡ് ജുഡീഷ്യറിയും നിസാമത്ത് ഫംഗ്ഷന്റെ ഭാഗവും വരുമാന നികുതി സ്വീകരിക്കൽ അതായത് റവന്യൂ ടാക്സിന്റെ കലക്ഷൻ ദിവാനി ഫംഗ്ഷന്റെ ഭാഗവുമായിരുന്നു. റവന്യൂ കലക്ഷനുമായി ബന്ധപ്പെട്ട ദിവാനി ഫംഗ്ഷനിലും ബ്രിട്ടീഷുകാർ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ നേരിട്ട് അപ്പോയിന്റ് ചെയ്ത ഡെപ്യൂട്ടി ദിവാൻ വഴി ഈ കാര്യങ്ങൾ നടത്താൻ അവർ തീരുമാനിച്ചു. ഇതിലൂടെ ദിവാനിയുടെ പൂർണ്ണ അധികാരവും അഡ്മിനിസ്ട്രേഷൻ അഥവാ നിസാമത്തിന്റെ നേരിട്ടില്ലാത്ത അധികാരവും ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു. ഈ ഒരു സിസ്റ്റത്തെയാണ് ഡുവൽ സിസ്റ്റം ഓഫ് ബംഗാൾ എന്ന് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിസാമത്ത് ഫംഗ്ഷനും ദിവാനി ഫംഗ്ഷനും കമ്പനിയുടെ ഭരണത്തിന് കീഴിലേക്ക് നിയന്ത്രിക്കപ്പെട്ടു. അലഹബാദ് ഉടമ്പടിയുടെ ഭാഗമായി ക്ലബ്ബാണ് ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇതിലൂടെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ വലിയ ഒരു പ്രദേശത്തിന്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി മാറി. എങ്കിലും അവർക്ക് നേരിട്ട് ഭരണത്തിൽ കൈകടത്താനുള്ള അധികാരം നിയമം മൂലം കൈവന്നിരുന്നില്ല. പക്ഷേ 2ാം തവണയും ക്ലബ്ബ് കമ്പനിയുടെ ഉന്നതാധികാരത്തിൽ എത്തിയതോടെ അത് പല പ്രത്യാഘാതങ്ങൾക്കും വഴിവെച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ കമ്പനി സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ട ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. ക്ലബ്ബ് കമ്പനിയുടെ പേരിൽ അളവിൽ കവിഞ്ഞ സ്വത്തുക്കൾ സമ്പാദിച്ചതായി പിന്നീട് കണ്ടെത്തി. 1767 ക്ലബിനെ ഗവർണർ സ്ഥാനത്തു നിന്നും മാറ്റുകയും ശേഷം 1767 മുതൽ 69 വരെ ഹാരി വെറൽസ്റ്റും 1769 മുതൽ 1772 വരെ ജോൺ കാർട്ടിയറും 1772 വാറൻ ഹേസ്റ്റിങ്ങും ബംഗാളിലെ ഗവർണർമാരായി നിയമിതരായി. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലായി മാറ്റപ്പെട്ടു. ഈ സമയം ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിങ്ങിനെ തന്നെ ഈ നിയമ പരിഷ്കരണത്തിലൂടെ ബംഗാളിന്റെ ഗവർണർ ജനറലാക്കി മാറ്റി. അഥവാ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ അതുവരെ ഗവർണർ എന്ന് അറിയപ്പെട്ടിരുന്ന കമ്പനിയുടെ ഉന്നതാധികാരി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഇതേസമയം 1772 അവിഹിത സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ക്ലബ്ബ് വിചാരണയ്ക്ക് വിധേയനായി.
1767 ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട ഇദ്ദേഹം ഇന്ത്യ വിടുമ്പോൾ വലിയ ഒരു സ്വത്തിൻ്റെ ഉടമയായിരുന്നു. 4 ലക്ഷത്തിലധികം പൗണ്ട് വിലമതിക്കുന്ന സ്വത്ത് അദ്ദേഹത്തിന് ഇന്ത്യയിലുണ്ടായിരുന്നതായി പറയപ്പെട്ടു. ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ കളങ്കപ്പെടുത്തുകയും അദ്ദേഹത്തെ ഇത് ഒരു നിരാശയിലേക്ക് നയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് വിചാരണയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും 1774 റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ഭരണം ഏർപ്പെടുത്തിയതോടുകൂടി കമ്പനിക്ക് വ്യാപാരത്തിൽ മാത്രമല്ല ആളുകളുടെ കാര്യത്തിലും കോടതി പോലെ ഇടപെടാം എന്നായി. തുടർന്ന് നികുതി പിരിക്കുന്നതെല്ലാം പുതിയ ബിസിനസ്സും പട്ടാള ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഉപയോഗിച്ചു. അതുവരെ ജനക്ഷേമത്തിനായി ഉപയോഗിച്ചിരുന്ന പണമെല്ലാം കമ്പനിയുടെ വികസനത്തിന് മാത്രമായി ഒതുക്കി. കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ കൊള്ളയും കൊലയും നടത്തി നികുതി വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ അന്നുവരെ വിളവെടുപ്പിൻ്റെ തോതനുസരിച്ചായിരുന്നു നികുതികൾ ഏർപ്പെടുത്തിയിരുന്നത്. അതനുസരിച്ച് ചില അവസരങ്ങളിൽ മോശം കാലാവസ്ഥ ആയാൽ നികുതി കുറയുകയും ഈ സമയങ്ങളെ അതിജീവിക്കാൻ കൃഷിക്കാർക്കായി വേണ്ട സഹായങ്ങൾ ഭരണാധികാരികൾ നൽകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഭൂനികുതി ആയിരുന്നു. ഇതനുസരിച്ച് വിളകൾ ഇറക്കിയാലും ഇല്ലെങ്കിലും സ്ഥിരമായി വലിയ ഒരു തുക നികുതിയായി നൽകണമായിരുന്നു. ഇക്കാരണങ്ങളാൽ ജനങ്ങളുടെ സാമ്പത്തിക ശേഷി ചുരുങ്ങുകയും ഇത് 1770കളിൽ ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 1 കോടിയോളം ജനങ്ങൾ ഈ ഒരു ക്ഷാമത്തിൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നികുതി പിരിക്കുകയല്ലാതെ വേറെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ കാരണങ്ങളും 1773 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിലേക്ക് നയിച്ചു. ഇതിനായി കമ്പനി ഭരണവും രാജ്യഭരണവും വേർതിരിച്ചുകൊണ്ട് ഗവർണർ എന്ന പദവിക്ക് പകരം ഗവർണർ ജനറൽ എന്ന സ്ഥാനം ഏർപ്പെടുത്തുകയും ഇതനുസരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർ ജനറലും 3 അംഗ കൗൺസിലും കൂടാതെ കമ്പനി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 2 അംഗങ്ങളും ആയിരിക്കും രാജ്യഭരണങ്ങളിൽ ഇടപെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ എന്ന ബ്രിട്ടീഷ് കോളനിയിലെ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇന്ത്യയുടെ ഭരണം നടത്തുന്നതിനായി വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ഗവർണർ ജനറൽമാരെയും വൈസ്രോയിമാരെയും ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമിക്കുകയും ഓരോ ഭരണാധികാരികളുടെയും കീഴിൽ ഇന്ത്യയിൽ വ്യത്യസ്ത ചരിത്രങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തു.